ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാടാ. വണ്ടിയൊക്കെ മുടിയോടാ, സമയമില്ല രാവിലെ. ആ കാറ്റടിച്ച് നോക്കോളൂ, നോക്കി ഓട്ടിക്കോ. എല്ലാം വണ്ടിയിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ തരണേ, ഞാൻ ഡ്രൈവ് ചെയ്യും. ഇവിടെ വഴിയൊരിക്കലൊക്കെ കാണോടെ ചിലപ്പോ ഇങ്ങനെ പൈസ കൊടുക്കണം അല്ലേ? വേണ്ട, ഇതാണല്ലേ എന്റെ താടി വെട്ടാൻ എനിക്കറിയാം. ആയിക്കോട്ടെ, വെട്ടിക്കോ. അവന്റെ താടി വെട്ടാൻ അവനറിയാം. ആഹാ, നല്ല മല 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 മലനിരകളൊക്കെ വരുന്നുണ്ടല്ലോ. അതെ, മലനിരകളൊക്കെ വരുന്നുണ്ട് വരില്ലേ? നമ്മളെ മറ്റേ ആ ഒരു ചെക്കാമ കണ്ടില്ലേ? അവിടുന്ന് ഇനിയിപ്പോ ഛത്തീസ്ഗഡില് റായ്പൂരിലേക്ക് തന്നെ പോകുന്ന വഴി കേട്ടോ. പക്ഷെ നല്ല ഭംഗി കാണാൻ. കാരണം മലൊക്കെ സിക്കിമിൽ നിന്ന് വിട്ടതിന് ശേഷം മലയും മലൊന്നും കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ടോൾ കൊടുക്കണം. 100 രൂപ 150 രൂപ 60 കിലോമീറ്ററിലെ ടോൾ കിടക്കുന്നത്, അതാണ് വിഷയം. എന്തായാലും ഞങ്ങളടുത്ത കഞ്ഞി വെക്കാനുള്ള സ്ഥലമൊക്കെ നോക്കണം. പിന്നെ ഒലക്ക കിട്ടും അല്ലേ? അതാണ് വിഷയം. കാരണം ആ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലും ചെറിയ, അതാണ് നല്ല ചൂടാകട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ തുണി അനക്കൊക്കെ നനച്ചിട്ട് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് വണ്ടിക്കകത്ത് വെച്ചാൽ മതി, ഉണങ്ങിക്കോളും. ഒന്നും ചെയ്യണ്ട, ഡ്രയറായിട്ട് ഉപയോഗിക്കാം വണ്ടിന്. ഒരു കാര്യം ചെയ്താലോ, 10 മുട്ട മേടിച്ച് നമുക്ക് വെച്ചാലോ? ആ, നമുക്ക് മുട്ട വാങ്ങിയിട്ട് ഇതിൽ വെക്കാം. വിരിയും, കോഴി കുഞ്ഞുങ്ങളാവും. അതാ കുഴപ്പം. 2 ദിവസം വെച്ചാൽ മതി. പുഴുങ്ങി കിട്ടില്ല, പുഴുങ്ങി കിട്ടില്ല. ഇല്ല, അത് ചൂടാവും. എന്നാ വേണ്ട. അപ്പൊ നമുക്ക് ആ കാണുന്ന മലനിരകൾ ക്യാമറയിൽ എല്ലാം കാണില്ല, പക്ഷെ കണ്ണോണ്ട് നല്ല കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അവിടെ തെറ്റി കാണും. അങ്ങനെ ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയിലൂടെ നമ്മളിപ്പോ വീണ്ടും മധ്യപ്രദേശിൽ എത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിൽ എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ ഏതൊരു കാട്ടി ഹൈവേന്ന് ഒരു തിരിച്ചിലും അവിടെ, അതായത് ഞാൻ കുവൈറ്റിൽ ഒരുപാട് തണുത്ത വെള്ളം കുടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നല്ല ഫ്രീസറിൽ ഒരു നല്ല കൂളിംഗ് ആയിട്ടുള്ള വെള്ളം മേടിച്ച് മടമടാ ഞങ്ങൾ കുടിച്ചു. യാത്രയിൽ ഞാൻ കുറായി കുടിച്ചിട്ട് 10-13 കൊല്ലം അതെന്നെ കുടിച്ച് ശീലിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സൗണ്ട് അങ്ങോട്ട് പോയി കിട്ടി. ഇപ്പൊ തേങ്ങയുടെ കൂടായി, പക്ഷേ പറയാനും കിട്ടുന്നില്ല. നീ പറഞ്ഞോ ഡോക്യുമെന്ററി എന്തായാലും കാടന്റെ സൗണ്ട് പോയി കിട്ടി. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ മധ്യപ്രദേശിലെ ഏതോ ഉൾഗ്രാമത്തിലൂടെ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി ഇങ്ങനെ കൊണ്ടുപോകാണ്. ഗൂഗിൾ അമ്മച്ചിയല്ല, ഗൂഗിൾ ആന്റി. നല്ല ആന്റിയോട് നല്ല രസമുള്ള ഒരു ആന്റി അത്, അമ്മച്ചി പറയല്ലേ. എന്തായാലും നല്ല വഴിയാണ്, നല്ല രസമുള്ള റോഡ്. ഇവിടുന്ന് വേണം ഛത്തീസ്ഗഡ് 484 കിലോമീറ്റർ. എവിടെ എത്തുന്നത്? 484 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ എന്താ പറയാ, കാടുമല്ല എന്നാ നമ്മുടെ കാസർഗോഡൊക്കെ കാണുന്ന പോലുള്ളൊരു സ്ഥലം. കാസർഗോഡിന്റെ ഒരു ഏകദേശ ഛായയുണ്ട് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിക്ക്. പക്ഷെ മൊത്തം പാടങ്ങളൊക്കെയാണ്. ഗോതമ്പ് വിളഞ്ഞൊക്കെയാണ്. ഇതൊന്നും ആർക്കും വേണ്ടേ? എത്രയോ ഉണങ്ങി നോക്കി കണ്ടോ, എന്തുമാത്രം ഉണങ്ങി അങ്ങ് ഒരു പരിപാടി. ഇവിടെയൊക്കെ അടുത്ത കൃഷിക്കുള്ള പരിപാടി. ഇവിടെ മുഴുവൻ ഇഷ്ടിയൊക്കെ വേണ്ട. പശു ആളെ ഇടിച്ചാലും കുഴപ്പമില്ല, പശുവിനെ ഇടിക്കരുത്. ആൾക്കാരെ ഇടിച്ചിട്ട് ആശുപത്രി കൊണ്ടുവന്നുള്ളതേ ഉള്ളൂ. പശുവിനെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് അതിട്ട് കത്തിക്കല്ല, നമ്മളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനൊക്കെ അതൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സമയമൊന്നും ഇല്ല. വരിക കത്തിക്കാന്നുള്ള ആരുടെ ഗോമാതാവിനെ ഇടിച്ചിട്ട് ചെടി. റോഡ് വെട്ടും കുത്തും ഇല്ലാത്ത റോഡാണ്. നല്ല റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്. പക്ഷെ ഇതിന് കുറച്ച് മുമ്പ് വരെ നമുക്ക് കിട്ടിയ റോഡ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ റോഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആകെ പൊട്ടിപ്പൊളിക്കല്ലേ. പക്ഷെ ഒരു 10 കിലോമീറ്റർ വഴി നല്ല രസമുള്ള വഴിയാണ്. എന്ന് പറഞ്ഞാൽ റോഡല്ല, കാഴ്ചകൾ. അത് ആ കാഴ്ചകൾ എന്തുകൊണ്ട് നീ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചില്ല? ഞാൻ കാണിച്ചില്ല, പക്ഷേ മറന്നുപോയി. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് കേട്ടോ. എയർപോർട്ട് പോലെ പണിതിട്ടേക്കോ റോഡ്. എയർപോർട്ട് റൺവേ പോലെ അല്ലേ?
അറിയാത്ത വഴികളിലൂടെ സഞ്ചരിക്കണം. അതാണ് ഗാർഡൻ സഞ്ചാരി. അതിപ്പം ഞാൻ അങ്ങനെ അവസ്ഥയായല്ലോ. കാശും പോയി പേഴ്സും പോയി, വഴി അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. ഇപ്പൊ നിങ്ങൾ പോകുന്ന വഴി ഞാനും വരും, അത്ര വരിക. പറഞ്ഞത് എന്ത് പഠിക്കാൻ? എന്തായാലും ഒരു പണിയില്ലാത്ത കുറെ ആൾക്കാർ കുത്തിയിരിപ്പുണ്ട് റോഡ് സൈഡിൽ. ഇവിടെ എല്ലാം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും കടയുടെ വാതിക്കലൊക്കെ വെറുതെ കുത്തിയിരിക്കുക. നമ്മുടെ അവിടെ നാട്ടില് വെറുതെ കട ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇരിക്കാറില്ല. ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ പണിക്കൊക്കെ പോകാറുള്ളത്. ഒരുപാട് കിളികളുണ്ട്. കിളി പറഞ്ഞിറക്കും അല്ലേ? ഈ പാലത്തിനടി കൂടി വെച്ചേക്കുന്ന അങ്ങനെ അവസാനം നമ്മളൊരു ടൗണിൽ എത്തിയിരിക്കുകയാണ്. രണ്ട് രാജാവൊക്കെ നിൽപ്പുണ്ട്. രാജാവും രാജ്ഞിയൊക്കെ ഉണ്ട്. മെയിൻ റോഡ് ഒരു അത്യാവശ്യം വലിയ റോഡിലേക്കാണ് തോന്നുന്നു നമ്മൾ എത്തിയിരിക്കണത്. ഇവിടെ ഉണ്ട് ഒരു സിദ്ദിഖുണ്ട്, നമ്മുടെ ബോസാ. സിദ്ദിഖല്ല, വേറെ സിദ്ധി. ഇത് സിദ്ധി, അത് സിദ്ദിഖ എന്ന് പറഞ്ഞാൽ ഇക്ക. റെസ്പെക്ട് കൊടുക്കില്ലേ, അങ്ങനെ വിളിക്കണ്ട. എന്തായാലും അടുത്ത ടോള് കൊടുക്കാനായിട്ടുണ്ടാവും. നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. രാത്രി നമ്മുടെ സൈഡിൽ എവിടെ നിർത്തി അവിടെ കിടന്നു. രാവിലെ എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടങ്ങി. ഇനിയും നമ്മുടെ ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷൻ വെച്ചേക്കുന്നത് റായ്പൂരാണ്. റായ്പൂർക്ക് ഇനിയും എത്ര കിലോമീറ്ററാണ്? 250 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 300 കിലോമീറ്റർ അടുത്ത്. 300 കിലോമീറ്റർ അടുത്ത്. ഇത് മധ്യപ്രദേശിലെ ഘാട്ട് റോഡാണ് കേട്ടോ. ഇവിടെ ചുരം ഏതോ ഒരു വഴി നമ്മൾ വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെ അത് വേറെ തന്നെ. ഡേഞ്ചർ ഏരിയ കൂടിയാണ്. ഒരു ആളും മനുഷ്യരും ഇല്ലാത്തൊരു ഏരിയ. രാത്രി ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ ഒരുപാട് ദൂരം രാത്രി എന്തായാലും ഇങ്ങനെ ഓടിച്ചു വന്നായിരുന്നു. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഒരാളും ഇല്ല, ഉള്ള ഇതൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലം. നമ്മൾ രണ്ടാളും മാത്രമായതുകൊണ്ട് പിന്നെ ഇങ്ങനെ നീങ്ങിയതാണ്. ഫാമിലിയായിട്ടൊന്നും രാത്രി വരാൻ പറ്റത്തില്ല. ഫാമിലിയായിട്ട് രാത്രി വഴിക്ക് വന്നാൽ നമുക്ക് നോട്ടിയ ആൾക്കാരുണ്ടാവും. ഒറ്റ ആളും ഇല്ല. ഇപ്പൊ തന്നെ ഏതെങ്കിലും സമയത്താണ് എല്ലാ വണ്ടിയും പോകുന്നത്. ലോറിക്കാരടക്കം വണ്ടി ഒതുക്കി അവിടെ സൈഡാക്കിയിട്ടാണ് വരുന്നത്. നമ്മുടെ അവസ്ഥ ആലോചിക്കുക. നമ്മളിപ്പോ ഛത്തീസ്ഗഡിലാണ് കേട്ടോ. അത്തരം പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ റെഡി. എന്നിട്ട് അവർ പറയുന്ന പൈസ കൊടുക്കണം. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അതിന് കാരണമൊന്നുമില്ല. പൈസ എന്നിട്ട് ഈ പൊയ്ക്കൊന്നു. പക്ഷെ വേറെ പോലീസുകാരുടെ പിടിച്ചു കയറി നിൽക്കുന്നത് കയ്യാട്ടെന്ന്. അപ്പൊ നമ്മളെല്ലാം ഓക്കെ, ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് അറിയുള്ളൂ. അത്രയും സുഹൃത്തുക്കൾ സഹായിച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളത്. അപ്പൊ അവരോട് കാര്യം പറഞ്ഞു, ഞങ്ങൾ വാരാണസി സാധനമൊക്കെ പോയി നിന്നിട്ട് റിട്ടേൺ പോവാന്നുള്ളത് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇന്ന് അവിടെ 2 മണിക്കൂർ ഇവിടെ നിൽക്കുന്നു. അപ്പൊ 2 മണിക്കൂർ നിന്നേക്കാം, വേറെ കാരണം ഇതൊന്നുമില്ല. ഛത്തീസ്ഗഡ് പോലീസ് നല്ല പോലീസ്, എന്താ ചെയ്യാം. എന്തായാലും 2 മണിക്കൂർ നമ്മൾ നിൽക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഇത് വിഷയമല്ല വഴി കിടക്കല്. പക്ഷെ ഒരു കാരണമില്ലാത്ത കാര്യത്തിനാണ് വഴി കിടത്തുന്നുള്ള ആലോചിക്കണം. ഈ യാത്ര നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആറന്മുള കണ്ണാടിയുടെ അംഗീകൃത ശില്പി വിഷ്ണു മുരുകൻ ആചാര്യയുടെ ആറന്മുള മെറ്റൽസ് എന്ന സ്ഥാപനമാണ്. വളരെ നല്ല നിലവാരത്തിലുള്ള ആറന്മുള കണ്ണാടി ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നതിനായി എന്റെ സുഹൃത്തു കൂടിയായ വിഷ്ണുവിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.